ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ നിങ്ങളുടെ ആളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളിലോ സിറ്റുവേഷൻസിലോ പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, അവിടെ അമർന്ന ഒരവസ്ഥ. നമ്മളിങ്ങനെ ഈ കയറൊക്കെ ഇങ്ങനെ കെട്ടി വരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഒരുപാട് മുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെവിടെയാണോ കെട്ടുന്നത് അവിടെ ഒരു മുറിപ്പാട് വീഴൂലേ, അതുപോലെ ഞെരിയുന്നൊരവസ്ഥ. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഒരു ബോസി നേച്ചറാണ്. പക്ഷെ ഇവിടെ തേർഡ് പാർട്ടിക്കാണ് ബോസി നേച്ചർ ഉള്ളത്. കാരണം തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ പറയും, നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു പണിയെടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു പണിക്കാരൻ, അങ്ങനെ, അല്ലെങ്കിൽ ഒരു പണിക്കാരത്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് ഇവരുദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അവര് ഓർഡർ ചെയ്യും, നിങ്ങളുടെ ആള് ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എൻ്റെ ബോസി നേച്ചർ എനിക്ക് തിരിച്ചു തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ കുറച്ച് ഷോ ഓഫ്, കുറച്ച് പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കും. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇരട്ടത്താപ്പിട്ട് നിന്നതുപോലെ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ തേർഡ് പാർട്ടി വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടേ പോവുള്ളൂ. അല്ലാതെ നിങ്ങളെ എന്താ പറയുക, പല കാര്യങ്ങളിലും പറഞ്ഞ് അതല്ല ഇതാണ്, ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് ധരിപ്പിച്ച പോലെ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം ഇവിടെ അതിനുള്ള കാര്യങ്ങളൊന്നും ഈ തേർഡ് പാർട്ടി സമ്മതിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഒരുപാട് വാഗ്ദാനങ്ങളിൽ കൂടിയും ഒരുപാട് സ്വപ്ന തുല്യമായ ജീവിതങ്ങളും വാഗ്ദാനം ചെയ്ത് തേർഡ് പാർട്ടി അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ കൂടി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും നിറവേറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് അതല്ല ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇതെല്ലാം വേറെ രീതിയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ അവരുടെ ചിന്തകളെ വരെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഈ തേർഡ് പാർട്ടിക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇവര് പുതിയ ജീവിതം, പുതിയ സന്തോഷം, സമാധാനം,
ജോലി അല്ലെങ്കിൽ സാമ്പത്തികം എല്ലാം ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും തേർഡ് പാർട്ടി ഓഫർ ചെയ്ത് കൊടുക്കും. പക്ഷേ അതൊന്നും എന്താ പറയാ നിങ്ങളുടെ വ്യക്തിക്ക് താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിട്ട് വലിയ മീഞ്ഞ പിടിക്കൂല, ആ ഒരു സ്വഭാവമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒരു ബന്ധനത്തിൽ നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ. പകരം ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഓഫർ ഇട്ട് നിർത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്താ പറയാ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിയൂലേ, അതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല വ്യക്തിവിരോധങ്ങളും തീർക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾക്ക് ഉടലെടുപ്പിക്കുന്നതായിരിക്കാം, വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കിക്കുന്നതായിരിക്കാം. കാരണം പല കാര്യങ്ങളും പല രീതിയിലും നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇവിടെ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു പിടിവള്ളി പല കാര്യങ്ങളും ചെയ്യാനും ചെയ്യിപ്പിക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയി അതൊക്കെ ചെയ്യിപ്പിക്കാനും, ബ്ലാക്ക് മാജിക് എനർജി പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു പിടിവള്ളി വരെ ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ പുറമെ അതൊന്നുമല്ല, ഇവര് നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല രീതിയിൽ സ്വഭാവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു മിടുമിടുക്കി അല്ലെങ്കിൽ ഒരു മിടുമിടുക്കൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടേതായിട്ടുള്ള യഥാർത്ഥ ഫേസ് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരുടെ ആക്ച്വൽ സ്വഭാവങ്ങൾ എന്താണെന്ന് വിരലിൽ എണ്ണാവുന്ന ആളുകൾക്കേ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളിത് പുറം ലോകത്തോട് പറയാൻ ശ്രമിക്കുമ്പോൾ പുറം ലോകം അല്ലെങ്കിൽ സൊസൈറ്റി അതിശയിച്ച് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അവിശ്വസിക്കും, അവരങ്ങനെയൊക്കെ ചെയ്യോ, നിങ്ങൾക്ക് ദേഷ്യമുണ്ടായിട്ടായിരിക്കും അപ്പുറത്തിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെയൊക്കെ കുറിച്ച് പറയുന്നതെന്ന് നിങ്ങളെ തെറ്റിദ്ധരിക്കും. അവരെ വിശ്വസിക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ തേർഡ് പാർട്ടി കരുക്കള് നല്ല രീതിക്ക് നീക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത് സൈലന്റ് ആയിട്ടാണ്, വളരെയധികം പ്ലാനിങ്ങോട് കൂടി, വളരെയധികം സൈലന്റ് ആയിട്ട് എവിടെ ഇപ്പൊ നമ്മള് ചെസ് കളിക്കുമ്പോൾ വളരെ പ്ലാനിങ്, വളരെ സൈലന്റ് ആയിട്ട്, വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഓരോ കരുക്കളും ഓരോ ഇതിൽ നീക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാലല്ലേ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേ ഒരവസ്ഥയാണ് ഇവിടെ. കാരണം നമ്മളിപ്പോ ഈ നാരങ്ങയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. ആ ഒരു ഗതിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് വരാൻ പോകുന്നതെന്ന് നിങ്ങളുടെ വ്യക്തി അറിയുന്നില്ല. ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്ന് പിന്മാറാനായിട്ട് ഇത്തിരി പണിയാണ്. നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്മാറാൻ പണിയാണെങ്കിലും പറ്റും, സഹായങ്ങളുണ്ടെങ്കിൽ. കാരണം ഇതുമൂലം ഒരുപാട് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഈ പ്രവർത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മാത്രമല്ല ഒരുപാട് ജീവിതങ്ങൾക്ക് ബുദ്ധിമുട്ടും, ഒരു വരിഞ്ഞു കെട്ടി നിർത്തലും, മാനസികമായിട്ടുള്ള സന്തോഷമില്ലായ്മ, മാനസിക ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, കടല് കടന്നിട്ടുള്ള ആളുകൾക്ക് വരെ, ലോകത്തിന്റെ അങ്ങേയറ്റം ഇരിക്കുന്ന ആളുകൾക്ക് വരെ വിഷമം, വേദനകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് എന്താ പറയാ കിരീടം ചെങ്കോലും ഇട്ട് ഉള്ള ഓർഡർ ചെയ്യല്, ലോകത്തിന്റെ പല മൂലയിലിരിക്കുന്ന ആളുകൾക്ക് വരെ ഈ ഒരു ഓർഡർ ചെയ്യൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. വിഷമങ്ങള്, വേദനകള് തന്നെ.
ഓക്കെ. ഈ എന്താ പറയാ, അമ്പലങ്ങളിലും പള്ളികളിലും ഭയങ്കരമായിട്ട് പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് തേർഡ് പാർട്ടീസ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ട് ഏത് അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള ദുഷ്ടത്തരങ്ങൾ കാര്യങ്ങളാണ്. പക്ഷെ പുറമെ ഒരു ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികൾ, ഒരു മാസ്ക് കാണിക്കുവാണ്. കാരണം ഇവരുടേതായിട്ടുള്ള ഒരിത് ഒരുപാട് ജീവിതങ്ങളെ നിയമപരമായിട്ടുള്ള തുലാസിൽ കയറ്റി നിർത്തിയിരിക്കുന്നു. ഒരുപാട് ജീവിതങ്ങളെ അവരുടെ ജീവിതങ്ങൾ തന്നെ ചോദ്യചിഹ്നമായിട്ട് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നു. ആക്ച്വലി സമാധാനം കൊടുക്കാത്തത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. പക്ഷെ അത് നിങ്ങളുടെ ആള് തിരിച്ചറിയുന്നില്ല. അതാണ് ഇതിലുള്ള പ്രശ്നം. നിങ്ങളുടെ ആള് പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണ വെച്ച് നിൽക്കുവാണ്. ശരിക്കും നിങ്ങളുടെ വ്യക്തിനെ തിരുത്താൻ നിൽക്കുന്നവര് തെറ്റുകാരനും, അല്ലാത്ത ആള് നല്ല ആളുമായിട്ടാണ് ചിത്രീകരണം ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാണെങ്കിലും ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര്, നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി എന്താ പറയാ പ്രാർത്ഥിക്കുന്നവര്, സ്നേഹിച്ച ആളുകൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ പോലെ ഇങ്ങനെ തഴഞ്ഞു നിർത്തിയിരിക്കുന്നു. അതവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെയാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു വരിഞ്ഞു മുറുക്കല്, ഒരു പിരിമുറുക്കങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ A to Z കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. ഉറക്കം നിങ്ങളുടെ വ്യക്തിക്ക് തീരെ ഉണ്ടാവില്ല. കാരണം തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. എവറി ടൈം അവരുടെ കാര്യങ്ങൾ സന്തോഷിപ്പിക്കണം. അവർക്ക് എപ്പോഴും പ്രീതി വരുത്തിക്കൊണ്ടിരിക്കണം. പ്രീതിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയില്ല, അതുപോലെ പ്രീതി വരുത്തിക്കൊണ്ടിരിക്കണം. ഇവിടെ ഡബിൾ എഫേർട്ട് നിങ്ങളുടെ വ്യക്തി ഇട്ടുകളയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് ഇപ്പൊ ഓർഡർ ഒന്നും ഇടുന്നില്ലെങ്കിൽ കൂടി മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കാനും നിങ്ങളുടെ ആള് പല രീതിയിലും ശ്രമിച്ചിട്ടുമുണ്ട്, ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ അതിലൊക്കെ ഒരു പിരിമുറുക്കം, സ്ട്രെസ്, ദേഷ്യം, വിഷമം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ കൊണ്ടിട്ടാണ് മറ്റു പല കാര്യങ്ങളും കൊഴിഞ്ഞു പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട്, സ്ട്രഗിൾസ്, സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നും മറ്റു പല ജീവിതങ്ങളും മൂവ് ഓൺ ആയി പോകുന്നതെന്നും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. പകരം ആ ഒഴിഞ്ഞു പോകുന്നവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. തേർഡ് പാർട്ടി കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളാണ്. അത് എനിക്ക് പറയാനുള്ളത്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.